അപ്പൊ സാറിന്റെ ക്യാരക്ടർ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാനൊരു പുഷ്പാങ്കതിനെതിരായിട്ട് നിൽക്കുന്ന ആൾ, ഒരു ചെറിയ വില്ലനാണ്, വില്ലൻ നല്ലതാണ്. അങ്ങനത്തെ ഒരു കഥാപാത്രമുള്ള ക്യാരക്ടറാണ്. പക്ഷെ അത് കണ്ടു കഴിയുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. കോമഡി വില്ലനാണോ അതോ പേടിപ്പിക്കുന്ന? കോമഡി വില്ലനല്ല, അങ്ങനെ ഒരു കഥാപാത്രമാണത്. അപ്പൊ ചേട്ടന്റെ കഥാപാത്രം എങ്ങനെയാണ്? ഞാൻ ഇതില് പുഷ്പാങ്കൻ എന്ന് പറയുന്ന നമ്മുടെ ഉണ്ണിയേട്ടൻ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ മാമന്മാര് ഞങ്ങൾ 3 പേരാണ്. റോയി പുനലൂർ, റോയിയേട്ടൻ, രമേഷ് കപ്പാട്, പിന്നെ ഞാൻ. ഞങ്ങൾക്ക് അദ്ദേഹത്തിനോട് സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹമുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന് അനുകൂലമായി ചെയ്യുന്നതൊക്കെ അദ്ദേഹത്തിന് ദോഷമായിട്ടാണ് വരുന്നത്. കുഴപ്പത്തിൽ കൊണ്ട് ചാടിക്കുന്ന കഥാപാത്രങ്ങളാണ്. അങ്ങനെ കല്യാണത്തിന്റെ തലേന്ന് ഇവർ കാട്ടിക്കൂട്ടുന്ന കുറെ കോപ്രായങ്ങളും അതിന്റെ പേരിലുണ്ടാകുന്ന വിഷയങ്ങളും അതിന്റെ പേരിലുണ്ടാകുന്ന കല്യാണ മുടങ്ങലുകളൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. എന്നാലും പ്രണയവും നല്ല മനോഹരമായ ഗാനങ്ങളും, വയനാട്ടിൽ നേരത്തെ പറഞ്ഞല്ലോ, വയനാട്ടിൽ ഒരു ഭംഗി, ചിലപ്പം നെല്ലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള, നെല്ലൊക്കെ നമുക്ക് അറിയുന്നല്ലേ, അൾട്ടിമേറ്റ് അങ്ങേ അറ്റത്ത് കിടക്കുന്ന ഒരു സിനിമയാണ്. അല്ല, ഇതിപ്പോ ആ നാട്ടിൽ തന്നെ പോയി ഷൂട്ട് ചെയ്യാനുള്ള കാരണം വയനാടിന്റെ എന്തെങ്കിലും കഥ പറയുന്നതാണോ അതോ അവിടെ സെറ്റ് ചെയ്തതാണോ, ഒരു ബ്യൂട്ടിയൊക്കെ നോക്കി സെറ്റ് ചെയ്തതാണോ? അല്ല, പ്രകൃതിയുടെ ഒരു വളരെ മനോഹരമായ പ്രകൃതിയാണല്ലോ വയനാട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു മെയിൻ കാരണമാക്കി. പിന്നെ നമുക്ക് ആവശ്യമുള്ള ചില ദൃശ്യങ്ങളൊക്കെ അവിടെ കിട്ടും എന്ന് മനസ്സിലായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ താല്പര്യം. വളരെ ഇതായിട്ട് തോന്നി. നമ്മളവിടെ ഷൂട്ട് ചെയ്യാൻ ചെന്നപ്പോഴാണ് പഴമയപ്പെട്ടിട്ടുള്ള ആൾക്കാർ, പഴയ പ്രായം ചെന്നിട്ടുള്ള ആൾക്കാർ നമ്മളെന്ത് പറയുന്നത്, ഈ നെല്ലൊക്കെ ചെയ്തതിന് ശേഷം രണ്ടാമത് വരുന്ന ഒരു സിനിമയാണ് ഇത്. ലെജൻഡായിട്ടുള്ള അത്രയും ഒരു ബ്ലെസ്സിങ് ആയിട്ട് നമുക്ക് അതൊക്കെ തോന്നിയിട്ടുള്ളത്. സാറിന്റെ കൂടെ ഒരു താല്പര്യമായിരുന്നു വയനാട് പടം ചെയ്യാന്നുള്ളത്. നന്നായി വന്നു. അപ്പൊ എന്തായാലും ഇപ്പൊ തിയേറ്ററിൽ ജനുവരി 16 തിയേറ്ററിൽ എല്ലാവരും ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത്? ഓഡിയൻസിനോട് ഒറ്റ അപേക്ഷയുള്ളൂ, ഇത് ഒരു കുഞ്ഞു സിനിമയാണ്. നിങ്ങൾക്ക് ധൈര്യസമേതം ഫാമിലിയോടൊത്ത് തിയേറ്ററിൽ വന്ന് ആസ്വദിക്കാൻ പറ്റാവുന്ന ഒരു കഥയും അതേപോലെ തന്നെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളും തമാശകളും സെന്റിമെന്റ്സ്, പാട്ടും വില്ലത്തരങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് തിയേറ്ററിലേക്ക് വരാം. എല്ലാവരും തിയേറ്ററിൽ വരണം. ജനുവരി 16 മുതൽ നിങ്ങളുടെ അടുത്ത കേന്ദ്രങ്ങളിൽ പുഷ്പാങ്കതന്റെ 1ാം ഫെബ്രുണ്ട്. എല്ലാവരും വീട്ടിൽ നിന്ന് എല്ലാവരും, അപ്പം പുഷ്പാങ്കതന്റെ 1ാം ഫെബ്രുണ്ട്.